മലയാളി ആയുർവേദ ഡോക്ടറെ തേടി ദുബായ് സർക്കാരിന്റെ ഗോൾഡൻ വിസ സമ്മാനം. ദുബായ് കാരാമയിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ, കൊല്ലം കൂട്ടിക്കട പയ്യാമ്പള്ളിൽ തറവാട്ടിലെ ഡോക്ടർ ഡ്യൂബി ജോസാണ് ദുബായ് സർക്കാരിന്റെ സമ്മാനത്തിന് അർഹയായത്. വിട്ടുമാറാത്ത തലവേദന, തുമ്മൽ, സൈനസൈറ്റിസ്, മനോരോഗം തുടങ്ങിയ അസുഖങ്ങൾ തലമുറകളിലൂടെ കൈമാറിപ്പോരുന്ന പരമ്പരാഗത ചികിത്സയിലൂടെ മികവ് തെളിയിച്ചതിനുള്ള അംഗീകാരമാണ് ദുബായ് സർക്കാർ നൽകിയ ഗോൾഡൻ വിസ. ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെൻ്റ് ആണിത്. എന്നുവെച്ചാൽ ഇവിടെ മെയിനായിട്ട് ചികിത്സിക്കുന്നത് അലർജി, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, മനോരോഗം. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്ന ചികിത്സ. എന്നുവെച്ചാൽ നസം ചെയ്യുക, തളം വയ്ക്കുക. 1 മണിക്കൂർ താമസമുള്ളൂ. എത്ര പഴക്കമുള്ള അസുഖം പോലും 90% പോലും അന്ന് തന്നെ മാറുന്നതാണ്. ഇതേ തുടർന്ന് കുറിച്ച് തരുന്ന ആയുർവേദ മരുന്ന് ഏതാനും ദിവസം കഴിക്കുമ്പം ഈ അസുഖം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ ചികിത്സിക്കാൻ വരുന്നത് കൂടുതലായിട്ടും ഡോക്ടേഴ്സ്, അങ്ങനെ ഈ മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാരാണ് കൂടുതൽ ചികിത്സിക്കാൻ വരുന്നത്. അതുപോലെ കൂടുതലും അസുഖം മാറി ആൾക്കാർ രോഗികളെ പറഞ്ഞു വിട്ട് വരുന്നു. പിന്നെ മോളും BAMS കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ 3 വർഷം പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് കഴിഞ്ഞ് വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ദുബായിലേക്ക് പോയത്. അവിടെ ചെന്ന് ഈ സെയിം ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്തു. അവിടെ വെച്ചാൽ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, വെച്ചാൽ അലർജിക്കാർ, ആസ്മക്കാർ, മൈഗ്രെയിൻസ്, അതുപോലെ ടെൻഷനുകൾ, അതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന അവർക്കെല്ലാം വളരെ സാറ്റിസ്ഫൈ ആയി. അങ്ങനെയാണ് ഈ അവാർഡ് കിട്ടാൻ കാരണം. ഹസ്ബൻഡ് അവിടെ ലോജിസ്റ്റിക്സിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇവിടെ തുടങ്ങിയത് 40 വർഷം കഴിഞ്ഞു. എൻ്റെ ഫാദറാണ്. എൻ്റെ ഫാദർ, ഞങ്ങൾ പ്രോപ്പർ ഒറിജിൻ എന്ന് പറയുന്നത് കോട്ടയം പൂഞ്ഞാർ എന്ന് പറയും. അവിടെ നിന്ന് ഇവിടെ സെറ്റിലായതാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്. അതുകൊണ്ട് ഇവിടെ സെറ്റിലായത്. ഇവിടെ ഭാര്യ വീട് കൊല്ലമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ കിട്ടി. നമുക്ക് പറ്റിയൊരു അന്തരീക്ഷമുള്ള നല്ല എൻവയറൺമെൻറ്റുള്ള സ്ഥലം ഇവിടെ കിട്ടി. നമ്മൾ അങ്ങനെ സെറ്റിലായെന്നുള്ളൂ. നല്ലൊരു ഏരിയയാണ്. അല്ലില്ല, ഞങ്ങൾ സെയിം. ഭാര്യയുടെ പേര് സോഫിയ, ഞാൻ ജോസ്. ഞങ്ങൾ ക്രിസ്ത്യൻസാണ്. ഹിന്ദുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത് ഹിന്ദു മതമായിട്ട് റിലേറ്റഡാണ്. ഋഷിമാർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അത് തന്നെയല്ല എല്ലാ വിഭാഗത്തിലും ആൾക്കാർ വരുന്നതുകൊണ്ട് ഇവിടെ ക്രിസ്തു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പം എല്ലാ മതത്തിലും വിശ്വസിക്കുന്നു, എല്ലാ മതത്തിലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദം എന്ന് പറയുന്നത് ഹിന്ദു മതമായിട്ട് റിലേറ്റഡാണ്. അതുകൊണ്ട് നമ്മളതിനെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അവാർഡ് കിട്ടിയില്ല. അതിൻ്റെ അങ്ങനെ അല്ലല്ല, അവാർഡ് കിട്ടിയില്ല. അതിൻ്റെ കോപ്പി അവർ അയച്ചിട്ടുണ്ട്. നമ്മൾ മാധ്യമർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. ചികിത്സാ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയാം, അസുഖത്തെക്കുറിച്ച് പറയാം. എന്നുവെച്ചാൽ അലർജി, എന്നുവെച്ചാൽ വിട്ടുമാറാത്ത തുമ്മൽ, കണ്ണുകടി, ചെവികടി, എന്നുവെച്ചാൽ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വളരെയധികം ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുക നസ്യം ചെയ്യുക, എന്നുവെച്ചാൽ ഒരു തൈലം മുക്കിലൊഴിക്കുക, തളം വയ്ക്കുക, തലയിൽ മരുന്ന് വയ്ക്കുക. ഇത്രേ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ഒരു തലമുറയായിട്ട് കൈമാറിപ്പോരുന്ന രഹസ്യ പുറമ്പെല്ലാം മൂലം ഉണ്ടാക്കിയിരിക്കുന്ന മരുന്നുകൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. 1 മണിക്കൂർ താമസം ചികിത്സിക്കാത്തുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ എത്ര പഴക്കമുള്ള രോഗം പോലും 90% അന്ന് തന്നെ ക്യൂറായിരിക്കും. എന്നുവെച്ചാൽ അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യപത്രങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം കുറച്ച് അവർക്ക് അലർജിക്കാർക്ക് ഇമ്മ്യൂണിറ്റി കുറവ്, അതുകൊണ്ടാണ് ഈ കാറ്റ്, തണുപ്പ്, പൊടിയൊക്കെ വരുമ്പോൾ അസുഖം കൂടുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശക്തിക്ക് ഒരു മരുന്ന് നമ്മൾ കുറിച്ച് തരും. അത് ഏത് ദിവസം കഴിച്ച ശേഷം പിന്നെ അവർക്ക് തീരെ ഉണ്ടാകത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പൂവാർന്ന ഡോക്ടർ ചികിത്സ ചെയ്യുന്നത് BAMS ഡോക്ടർ തന്നെ വന്നിരിക്കുന്നു. അവരെന്ന് വെച്ചാൽ അവർ വരാൻ കാരണം അവരുടെ ഒരു പേഷ്യൻ്റ് ഇവിടെ ചികിത്സ അസുഖം മാറി പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു ഏറ്റവും അതുപോലെ ഡോക്ടർ അനീഷ് എന്ന് പറയും, കോട്ടയം കുറവളങ്ങാട്. പുള്ളി BAMS ആണ്. പുള്ളിയുടെ അടുത്ത് വരുന്ന അറുപത് പേഷ്യൻ്റ് മൊത്തം അതേപടി ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നു. അവർ കായംകുളത്തുള്ള ഡോക്ടർ നവീൻ എന്ന് പറയും. അമ്മയും കുഞ്ഞെന്ന് ഒരു ബോർഡ് കണ്ടു കാണും. അവിടുത്തെ ഡോക്ടറും പുള്ളിയുടെ മൊത്തം അലർജി പേഷ്യൻ്റ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതുപോലെ മൈഗ്രെയിൻ, എത്ര വർഷം പഴക്കമുള്ള മൈഗ്രെയിനും പൂർണ്ണമായിട്ട് മാറുന്ന ഉറപ്പുള്ള ചികിത്സയാണിത്. എന്നുവെച്ചാൽ അലോപ്പതി മരുന്ന് കഴിച്ചാൽ കിഡ്നി വരെ ഡാമേജ് ആകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഇവിടെ ഓടി ചികിത്സയ്ക്ക് വരുന്നത്. 2 മാസം മുമ്പോട്ട് അയർലൻഡിൽ നിന്ന് പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് വരാൻ കാരണം അവരുടെ അമ്മയുടെ ചികിത്സ അസുഖം മാറിയതുകൊണ്ട് അവർ മോളെ നേരെ ഇവിടെ വിളിച്ച്, അവർ നേഴ്സാണ്, ഇവിടെ വന്ന് ചികിത്സ അസുഖം മാറിയിട്ട് പോയി. എന്നുവെച്ചാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷനുള്ള ചികിത്സയാണ്, വെച്ചാൽ മാറുന്ന ഉറപ്പുള്ള ചികിത്സയാണിത്. പാലക്കാട് ശാന്തിഗിരി ആയുർവേദ കോളേജിൽ നിന്നും BAMS നേടിയ ശേഷം ആയുർവേദ ഫിസിഷ്യനായ പിതാവ് ജോസ് പോളിനൊപ്പം പരമ്പരാഗത ചികിത്സയിൽ പ്രാവീണ്യം നേടി. ഇവിടെ ചികിത്സ തേടിയെത്തുന്നവരിൽ ഏറെയും മെഡിക്കൽ പ്രൊഫഷണലായിട്ടുള്ളവരാണ്. ട്രഡീഷണൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി രോഗിക്ക് നസ്യം ചെയ്യൽ, തളം വയ്ക്കൽ എന്നീ ചികിത്സാ രീതികളാണ് ഇവിടെ അവലംബിക്കുന്നത്. കോട്ടയം പൂഞ്ഞാർ സ്വദേശിയായ പിതാവ് ഡോക്ടർ ജോസ് പോൾ, കൊല്ലത്ത് നിന്നും സോഫിയെ വിവാഹം കഴിച്ചവർ കൊല്ലത്ത് സ്ഥിരതാമസക്കാരായി. കഴിഞ്ഞ 40 വർഷക്കാലം
കാലമായി തലമുറകൾ കൊണ്ട് രഹസ്യ ഫോർമുല പ്രകാരം മരുന്നുകൾ തയ്യാറാക്കി ആയിരക്കണക്കിന് ആളുകളുടെ അസുഖങ്ങളാണ് ഭേദപ്പെടുത്തിയിട്ടുള്ളത്. 1 മണിക്കൂർ നസ്യം, തളം വയ്ക്കൽ എന്നീ ചികിത്സാവിധികൾക്ക് ശേഷം രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനുള്ള മരുന്നുകൾ നൽകുന്നത് വഴി രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുമെന്നും ഡോക്ടർ പറയുന്നു. പാരമ്പര്യ ചികിത്സയിൽ പിതാവ് ജോസ് പോളിനൊപ്പം 3 വർഷത്തെ പ്രാക്ടീസിനു ശേഷം ദുബായിലേക്ക് പോയ ഡോക്ടർ രൂബി ജോസ് കഴിഞ്ഞ 5 വർഷക്കാലമായി ദുബായിൽ ആയുർവേദ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നു. അന്യം നിന്നുകൊണ്ടിരിക്കുന്നതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ പരമ്പരാഗത ചികിത്സയുടെ മഹാത്മ്യം ദുബായ് സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ആമുഖമായി പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, ഗവേഷകർ, മെഡിക്കൽ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്കാണ് രാജ്യത്തിന്റെ അംഗീകാരമായി ദുബായ് 10 വർഷത്തേക്കുള്ള വിസ നൽകുന്നത്. കാലാവധി കഴിയുമ്പോൾ വിസ പുതുക്കുവാനും സാധിക്കും. ദുബായിൽ ലോജിസ്റ്റിക്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഹാരിസ് ആണ് ഭർത്താവ്. അതായത് എല്ലാവർക്കും ഒരുവിധം ഇവിടുത്തെ പ്രവാസികൾക്കെല്ലാം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു ഇതാണ് ഗോൾഡൻ വിസ. അത് കിട്ടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതിനെന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതായത് വീട്ടുകാർക്ക് അവരുടെ പ്രാർത്ഥന, പിന്നെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു ഹസ്ബൻഡ്, പിന്നെ ക്ലിനിക്ക്, അവരുടെ സപ്പോർട്ടും നല്ലപോലെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കൊരു ഗോൾഡൻ വിസയ്ക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടാൻ സാധിച്ചത്. ഞാൻ ശരിക്കും ആയുർവേദം നാട്ടിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അതായത് അപ്പാപ്പൻ മുതലുള്ള തലമുറയിൽ അങ്ങനെ വന്നതാണ്. ഒരു 1950s മുതൽ കണ്ടുവരുന്നതാണ് ശരിക്കും. നാട്ടിൽ ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്തത് മൈഗ്രെയിൻ, മാനസിക രോഗങ്ങൾ, റെസ്പിറേറ്ററി അലർജി, ഇതൊക്കെയാണ്. ഇവിടെ അത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കേസുകൾ തന്നെയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ആയുർവേദത്തിൻ്റെ ഈ അംഗീകാരം എനിക്ക് കിട്ടിയത് എനിക്കുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ ആയുർവേദത്തിന് മൊത്തത്തിൽ ഉള്ള അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ നല്ല സന്തോഷമുണ്ട്. ആയുർവേദത്തിന് ഇവർ അംഗീകാരമായി ഇത് തന്നു എന്നുള്ള, അതും ഈ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടാൻ പറ്റിയ ഒരു ഭാഗ്യം. അത്രയും വലിയ സന്തോഷം, അത്രയും സന്തോഷം. ഇനി ജീവിതത്തിൽ കുറച്ചും കൂടെ ഉയരങ്ങളിൽ എത്തട്ടെ. എവിടെ എത്തിയില്ല, ജീവിതത്തിൻ്റെ പടികൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഒത്തിരി മുകളിൽ കയറാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഓടിയെത്തുമ്പോൾ ഒന്നാമതെത്തുക എന്നുള്ള പോളിസി ആദ്യം തന്നെ ഞങ്ങളുടെ ഡോക്ടർക്ക് കിട്ടിയാൽ ഒത്തിരി അഭിമാനമുണ്ട്. ഡോക്ടറുടെ ഒത്തിരി കഷ്ടപ്പാടുണ്ട്, ഡോക്ടറുടെ ഒത്തിരി ആഗ്രഹമായിരുന്നു. ഞങ്ങളൊരു വലിയ റിസ്ക് എടുത്ത് തന്നെയാണ് അതിനെ ഡോക്ടറെ സപ്പോർട്ട് ചെയ്തു നല്ലപോലെ ആ ഒരു വിസയിലേക്ക് എത്താൻ. ആയുർവേദത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഡോക്ടർ ഡുബിക്ക് ആയുർവേദത്തിന് ഒരു ഗോൾഡൻ വിസ ലഭിച്ചു എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരോടും പറയാം, ഞങ്ങളുടെ ഡോക്ടർക്കാണ് ആയുർവേദത്തിലെ ആദ്യത്തെ ഗോൾഡൻ വിസ ലഭിച്ചതെന്നതും വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാലത്തിലുള്ളതിനേക്കാളും ഇപ്പം അധികം നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പനൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് മരുന്നുകൾ ഉണ്ടാക്കിയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളും കണ്ടിരുന്നു. ഡാഡിയും ഇതേ സെയിം. പക്ഷേ ഞങ്ങൾ ബാക്കിയില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ അലർജിക്കും മൈഗ്രെയിനും മാനസികരോഗത്തിനും മാത്രമേ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാനായിട്ട് ഇപ്പോൾ എല്ലാത്തിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും അതിലോട്ട് പോകണമെന്നില്ല. എല്ലാത്തിനും അതേപോലെ തന്നെ നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും താല്പര്യമുണ്ട്. ശരിക്കും നമ്മളിവിടെ കണ്ടുവരുന്ന മെയിനായിട്ടുള്ള അസുഖങ്ങൾ കഴുത്തുവേദന, എല്ലാവരും സിസ്റ്റത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കഴുത്തുവേദന കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ്. ഇപ്പോൾ കഴുത്തുവേദനയ്ക്കാണെങ്കിൽ കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ അവരിൽ കണ്ടുവരുന്നൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് രാത്രി തലയിൽ എണ്ണ തേച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത്. എന്നിട്ട് രാവിലെയാണ് മിക്കവരും തല കഴുകുക. അപ്പോൾ നമ്മളതിൽ സംബന്ധിച്ചിടത്തോളം നീരിറക്കം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അപ്പം അതാണ് ഒരു പരിധി വരെയും എല്ലാവർക്കും കഴുത്തുവേദന ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഹാബിറ്റ് ഒഴിവാക്കുക. പിന്നെ എണ്ണ ഇട്ടിട്ട് വെയിലത്ത് പോകാതിരിക്കുക. അപ്പം നീരിറങ്ങും, എന്തായാലും വിയർപ്പ് താന്നിട്ട് നീരിറങ്ങും. അതൊന്നും ചെയ്യരുത്. പിന്നെ നടുവേദന എല്ലാവരും ഇരിക്കുന്ന പോസ്റ്റേഴ്സ് കറക്റ്റായാൽ തന്നെ പകുതി പേരുടെയും നടുവേദന മാറും. പോസ്റ്റേഴ്സ് കറക്റ്റ് ആവുക, ബാക്ക് സപ്പോർട്ടോടെ ഇരിക്കുക. പിന്നെ കൂടുതലായിട്ട് മസിൽ ഇങ്ങനെ ടൈറ്റനിങ് ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നടുവേദന ഉണ്ടാവുന്നത്. അത് ബാക്ക് സപ്പോർട്ടോടെ അത് മാറിക്കോളും. പിന്നെ സ്ട്രെസ്
സ്ട്രെസ്സിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനും പ്രാണായാമം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലെല്ലാം സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും അതിലൊക്കെ നോക്കി പ്രാണായാമം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എക്സസൈസ് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിധിവരെ മൈൻഡിനെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാണായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് റെഗുലറായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഒരു പരിധിവരെ ഈ കാരണങ്ങളെല്ലാം നമ്മളെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്തി വുഡ് എന്ന് പറയുന്നത് കുന്നുവേങ്ങ എന്ന് പറയുന്ന വുഡ് മെഡിക്കേറ്റഡ് വുഡാണ്. അതിൽ തന്നെ പണിത ഒരു സിംഗിൾ വുഡിൽ പണിത പാത്തി, ടേബിൾ, കാര്യങ്ങൾ, സ്റ്റീം ബോക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നാട്ടിലെ മഹാഗണി എന്ന മരത്തിൽ നാട്ടിൽ നിന്ന് പണിത് കൊണ്ടുവന്നു. ഡോറ്, അതേപോലെ സ്പേസസിൻ്റെ കൺസേൺ ഒക്കെ പറയുവാണെങ്കിൽ നമുക്കറിയാം എന്താണ് കുറവുകൾ, മറ്റുള്ള ഇടത്ത് പേഷ്യൻസിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം റെക്ടിഫൈ ചെയ്ത് ഒരു നെഗറ്റീവ് സൈഡ്സ് എല്ലാം ക്ലിയർ ചെയ്ത് മരമാണെങ്കിലും സ്പേസ് ആണെങ്കിലും എല്ലാം, ഷവർ റൂംസ് ആണെങ്കിൽ തന്നെ ഇനഫ് സ്പേസ് കൊടുത്ത് എന്താണോ ഒരു പേഷ്യൻ്റ് ഒരു ക്ലിനിക്കിൽ കയറി വരുമ്പോൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മാക്സിമം